പല്ലുകൾക്കിടയ്ക്ക് സ്പേസ് ഉള്ള ആൾക്കാർ ഇതിനെങ്ങനെയൊക്കെ കറക്ഷൻ ചെയ്യാം എന്ന് പലപ്പോഴും ചോദിക്കാറുണ്ട്. എങ്ങനെ പല്ലുകൾക്കിടയ്ക്കുള്ള വിടവുകൾ റെഡിയാക്കാം, അങ്ങനെ നിങ്ങളുടെ കോൺഫിഡൻസ് ഉയർത്താം. പലപ്പോഴും ഈ പല്ലുകൾക്കിടയ്ക്കുള്ള വിടവ് കാരണം ചിരിക്കാൻ മടിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന ഒരു ട്രീറ്റ്മെന്റ് ഓപ്ഷൻ ഉള്ളത് കൺവെൻഷണൽ ഓർത്തോഡോണ്ടിക് ട്രീറ്റ്മെന്റ് തന്നെയാണ്. പക്ഷേ അതിന് സമയമെടുക്കും. ചിലപ്പോൾ 1 കൊല്ലോ 8 മാസമോ 1 കൊല്ലോ അല്ലെങ്കിൽ 1.5 കൊല്ലോ വരെ സമയം എടുത്തെന്ന് വരാം. രണ്ടാമതായിട്ട് നമുക്ക് അലൈനർ, ക്ലിയർ അലൈനർ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഈ ക്ലിയർ അലൈനർ ആയാലും ഓർത്തോഡോണ്ടിക് ട്രീറ്റ്മെന്റ് ആയാലും ട്രീറ്റ്മെന്റ് റിസൾട്ട് കിട്ടാൻ സമയമെടുക്കും. മിനിമം 6 to 8 months എങ്കിലും സമയമെടുക്കും. പക്ഷെ കൺവെൻഷണൽ ഓർത്തോഡോണ്ടിക് ട്രീറ്റ്മെന്റ് വെച്ച് നോക്കുമ്പോൾ അലൈനർ ട്രീറ്റ്മെന്റ് നല്ല എക്സ്പെൻസീവ് ആണ് താൻ. പിന്നെയുള്ള ഓപ്ഷൻ ആണ് കോമ്പസൈറ്റ് റെസിൻ എന്നുള്ള മെറ്റീരിയൽ വെച്ച് പല്ല് നമുക്ക് അടയ്ക്കുക, പല്ലുകൾക്കിടയ്ക്കുള്ള സ്പേസ് നമുക്ക് അടച്ച് വൃത്തിയാക്കി ഭംഗിയാക്കാൻ പറ്റും. നാലാമതൊരു ഓപ്ഷനാണ് ഡെന്റൽ വെനീസ്. ഡെന്റൽ വെനീസ് എന്ന് പറയുമ്പോൾ എല്ലാ കേസുകളിലും സ്പേസ് അടയ്ക്കാനോ അല്ലെങ്കിൽ പല്ലിന്റെ ഷേപ്പിൽ മാറ്റം വരുത്താനോ വെനീസ് സാധിക്കില്ല എങ്കിൽ പോലും നമുക്ക് കറക്റ്റ് ചെയ്യേണ്ട പല്ലുകളിൽ ഒരു 0.3 to 0.5 millimeter രാഗിയതിനു ശേഷം പോർസലൈൻ പ്രോസസ്സസ് ആണ്. അത് ഒട്ടിച്ചു വെച്ച് പല്ലുകൾക്കിടയ്ക്കുള്ള വിടവ് നമുക്ക് നികത്താൻ പറ്റും. വെനീസും പിന്നെ കോമ്പസൈറ്റ് റെസിൻ മെറ്റീരിയൽ ഉപയോഗിച്ച് ഫില്ല് ചെയ്യുന്ന രീതിയിൽ നമുക്ക് ഇമ്മീഡിയറ്റ് റിസൾട്ട് ഉണ്ടാക്കുന്നതാണ്.